ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു വെറൈറ്റി വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് പരിചയപ്പെടാൻ പോണത് ഇത് കണ്ടില്ലേ, ഇങ്ങനെയുള്ള കുറച്ച് പ്രൊഡക്റ്റാണ്. ഇത് ഞങ്ങളുടെ നാട്ടിൽ പുതിയതായിട്ട് നടത്തുന്ന ഒരു സ്ഥാപനമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിനെ പറ്റിയിട്ട് എല്ലാം പറഞ്ഞു തരാൻ വേണ്ടി ഇതിൻ്റെ ഒരാൾ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് അവരെ ഒന്ന് കാണാം. ഓക്കേ, അപ്പോൾ ഇതാണ് കേട്ടോ നമുക്കിതിൻ്റെ ഇൻട്രഡക്ഷനൊക്കെ പറഞ്ഞു തരുന്ന ആൾ ഇദ്ദേഹമാണ്. അപ്പോൾ നാരായണ ഒന്ന് തുടങ്ങല്ലേ? ഓക്കെ, അപ്പോൾ ഒന്ന് പറയാമോ? അപ്പോൾ സഫ ബഫലോ ബോൺസ് വാക്വം പായ്ക്കഡ് ചിൽഡ് പ്രൈവറ്റ് ലിമിറ്റഡ് ഇന്ത്യയിൽ ആദ്യമായിട്ട് 45 ദിവസം സെൽഫ് ലൈഫ് ഉള്ള ചിൽഡ് മീറ്റ് അന്താരാഷ്ട്ര മാർക്കറ്റിൽ 150 വർഷത്തിലേറെ പ്രവൃത്തി പരിചയമുള്ള മുംബൈ മീറ്റ് കമ്പനിയുടെ സംരംഭമായ അലനൻസ് പ്രൈവറ്റ് ലിമിറ്റഡിൽ നിന്നും ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ വാക്വം പാക്ക് ചിൽഡ് മീറ്റ് ടെക്നോളജിയാണ് സഫ ബഫലോ. ബോൺലെസ് വാക്വം ചിൽഡ് മീറ്റിന്റെ പ്രത്യേകത, ഈ ടെക്നോളജി വഴി 45 ദിവസം വരെ ശീതീകരിച്ച് സൂക്ഷിക്കുവാൻ ഫ്രഷ്നെസ് നിലനിർത്തുന്നു. ഇതാ കണ്ടില്ലേ, ഇതാണ് നമ്മളെ മീറ്റാണ് കേട്ടോ. ഇത് എത്രയാ? 1 kg പാക്കറ്റ് അല്ലേ? 3 തരം കട്ടിംഗ് ആണ് വരുന്നത്. 3 തരം കട്ടിംഗ് ആണ്. ഇതിനകത്ത് ബോൺ ഉണ്ടാവില്ല, സ്കിന്നും ഉണ്ടാവില്ല അല്ലേ? 45 ദിവസം വരെ ഫ്രഷ്നെസ്. ഇത് 45 ദിവസം വരെ നമുക്ക് സൂക്ഷിക്കാം കേട്ടോ. 100% നാച്ചുറൽ ആണ്. 100% 3 ലെയർ വാക്വം പാക്കിംഗ് ആണ് ടെക്നോളജി. അതെ അല്ലേ? അപ്പോൾ ഇത് നമുക്ക് 45 ദിവസം ഫ്രീസറിൽ അതാ എത്രയാ? -2 നമുക്ക് വെച്ച് 45 ദിവസം കേടുകൂടാണ്ട് ഉപയോഗിക്കാൻ പറ്റും. അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ 3 ലെയർ വാക്വം പാക്കിംഗ് ടെക്നോളജി ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇത് വരുന്നത്. ഒന്ന് നോക്കട്ടെ, ഒന്ന് കാണിക്കട്ടെ. ഇതാണ് അതിൻ്റെ അതിൽ കണ്ടോ, ഈ സാധനങ്ങളൊക്കെയാണ് ഇവിടെ സപ്ലൈ ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമുക്ക് ചിക്കൻ ഒന്ന് നോക്കിയാലോ? ഇതാ കണ്ടില്ലേ, ഇത് ഫ്രീസറിൽ ഇരിക്കുന്നതാണ്. ഇതൊക്കെ പാക്ക് ചെയ്ത് ഇങ്ങനെയാണ് വരുന്നത്, സാധനം ഇങ്ങനെയാണ് വരുന്നത്. ഇതെന്തായിരുന്നു? അപ്പോൾ ഈ സഫ എന്ന് പറഞ്ഞ കമ്പനി ഈ ബഫലോ മീറ്റ് കേരളത്തിൽ പ്രൊമോട്ട് ചെയ്യുന്നത് 3 തരം പീസുകളായിട്ടാണ്. സ്മോൾ എന്ന് ഉദ്ദേശിച്ചത് 7 ഗ്രാം മുതൽ 11 ഗ്രാം വരെയാണ് ഇതിന്റെ വെയിറ്റ്. ഇത് നമുക്ക് ഫ്രൈ ചെയ്യാനോ കറിക്കല്ലോ ഉപയോഗിക്കാം. സെക്കൻഡ് മീഡിയം ആണ്, 60 ഗ്രാം മുതൽ 80 ഗ്രാം വരെയാണ് അതിന്റെ വെയിറ്റ്. അത് നമുക്ക് ബിരിയാണി പോലുള്ള സാധനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കാം. തേർഡ് ലാർജ് ആണ്. ലാർജ് എന്ന് ഉദ്ദേശിച്ചത് നമ്മൾ 200 to 250 ഗ്രാം ആണ്. അങ്ങനെ കമ്പനി 3 തരം കട്ടിംഗ് ആണ് നമുക്ക് ഈ ഒരു പാക്കറ്റിൽ വരുന്നത്. ഈ ഒരു പാക്കറ്റ് എന്ന് വെച്ചാൽ 6 കിലോത്തിന്റെയാണ്. 6 കിലോന്റെ. അപ്പൊ ഈ 200 മുതൽ 250 വരെയുള്ള വലിപ്പമുള്ള പീസുകൾ നമുക്ക് മന്തി പോലുള്ള സാധനങ്ങൾ ഉണ്ടാക്കാനാണ് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത്. എന്തിനു ഉപയോഗിക്കാം? ചില്ലിക്ക് ഉപയോഗിക്കുക, കട്ട് ചെയ്തിട്ട് അതിനെല്ലാം ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇതിപ്പോൾ. അപ്പം നമുക്ക് ചിക്കൻ ഫിഷ് ഉണ്ടല്ലോ അല്ലേ? ഫിഷ്. അപ്പോൾ ഇത് നോക്കി, ഇത് നമുക്ക് എന്തായാലും കരിമീനാണ് കേട്ടോ. ഇത് പാക്ക് ആക്കി വെച്ചതാണ്, പാക്കിലായിട്ടാണ് കാണാത്തത്. കരിമീനാണിത്. ഇതൊരു മീഡിയം ടൈപ്പാണ്. ഒരു 5 പീസ് വരുന്നുണ്ട്. ഇതിനൊക്കെ എത്ര റേറ്റ് വരുന്നത്? 1 ഇയർ ആണ് ഇതിന്റെ ടൈമിങ്. 1 ഇയർ. അപ്പോൾ ഇതിനൊരു 450 രൂപയ്ക്കാണ് നമ്മളിപ്പോൾ 1 കിലോ കൊടുക്കുന്നത്. അതല്ലേ? ഇത് ഐക്കോറേന്റെ ഫ്രൈ കട്ടാണ്, സ്ലൈസ് എന്ന് പറയും. ഇത് 850 രൂപയാണ് നമ്മൾ മാർക്കറ്റ്. അതായത് ഏറ്റവും ഫസ്റ്റ് ക്വാളിറ്റിയാണ് ഈ സാധനം. അതുപോലെ ഇത് പ്രൗൺസ് ആണ്, ചെമ്മീൻ്റെ ഫസ്റ്റ് ക്വാളിറ്റിയാണ്. ഇതിൻ്റെ പീസസ് എന്ന് പറഞ്ഞാൽ 26 to 30 പീസാണ്. ഇത് 480 രൂപയാണ് ഇതിൻ്റെ മാർക്കറ്റ്. ഇതെന്തായിരുന്നു? ഇത് വേറൊരു കഷ്ണുണ്ടല്ലോ, ഇതെന്തായിരുന്നു കഷ്ണം? ഇത് മഹി എന്ന് പറഞ്ഞൊരു മീനാണ്, ഫിഷ് മഹി. അച്ചാറിടാനും അല്ലാത്ത കറിക്കെല്ലാം പറ്റുന്ന നല്ല റേറ്റ് ആണ്, എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു ക്വാളിറ്റിയാണ് ഈ സാധനം. ഇത് പ്രാൺസിന്റെ സെക്കൻഡ് ക്വാളിറ്റിയാണ്, ചെമ്മീൻ്റെ. ഇത് 31 മുതൽ 40 പീസാണ്. ഇതിന് 450 റുപ്യാണ് MRP. ഇതെന്തായിരുന്നു? ഇത് കൂന്തൾ. കൂന്തൾ ഉണ്ടോ? ഇതൊരു 450 രൂപയാണ്. 450 രൂപ അല്ലേ? എല്ലാത്തിനും വളരെ വില കുറവാണ്. ഫസ്റ്റ് ക്വാളിറ്റി സാധനമാണ്. ഇതൊക്കെ കേട്ടോ, നമ്മളെ നത്തോലി എന്നൊക്കെ പറയുന്നത്. ഇത് ക്ലീൻ ചെയ്താണ് 1 കിലോനാണ്. ഇതിന് 250 രൂപ വിലയുള്ളൂ. ക്ലീൻ ചെയ്ത് കറക്റ്റായിട്ട് വരുന്നത്. ഫസ്റ്റ് സെക്കൻഡ് ക്വാളിറ്റി. ഇത് അതിൻ്റെ ഒരു സെക്കൻഡ് ക്വാളിറ്റിയാണ്. ബത്തല എന്ന് പറയുന്നത്. മെത്തല, അവിടെ കോഴിക്കോട് മെത്തല എന്ന് പറയും. നല്ലതാണ്.
അത് കണ്ടോണം കേട്ടോ. ഇതാ ഫ്രീസർ, സാധനങ്ങൾ വെച്ചിട്ടുള്ള ഫ്രീസർ റൂമാണ് കേട്ടോ. ഇത് കേടുകൂടാതെ ഇരിക്കാനുള്ള. എൻ്റെ അമ്മയെ തണുത്തിട്ട് വയ്യ. അയ്യടാ ചെരുപ്പിടാണ്ട് കയറി. അമ്മീ നല്ല തണുപ്പാ. കണ്ടില്ലേ, ഇതൊക്കെ സാധനങ്ങളാണ് കേട്ടോ. സാധനങ്ങൾ ഇറക്കി വെച്ചാണ്. ചിക്കൻ അതൊക്കെ ഈ ബാക്കി കാണുന്നതെല്ലാം ഫ്രോസൺ ഐറ്റം ചിക്കൻ, ട്രേയിൽ കാണുന്നതെല്ലാം ഇതിപ്പോ ശരിക്കും ഇവിടുന്ന് എങ്ങോട്ടൊക്കെയാ പോകുന്നത്? ഇതുവരെ സാധനങ്ങൾ പോകുന്നത് നമ്മളെ ഗ്രാമപ്രദേശം ആയതുകൊണ്ട് നമ്മൾ നിലമ്പൂർ വരെയുള്ള ഏരിയകളിൽ ഗൂഡല്ലൂർക്ക് വരെ പോകുന്നുണ്ട്. ഹോട്ടലുകൾക്കൊക്കെ അല്ലേ? ഹോട്ടലുകള്, കാറ്ററിംഗ് സർവീസ്, വീടുകള് എല്ലായിടത്തും അതല്ലേ. അയ്യോ തണുത്തിട്ട് വയ്യ. ഇതാട്ടോ ചെമ്മീൻ്റെ പുതിയ ഇത് സ്കിന്നില്ലാതെ ചിക്കൻ കട്ട് ചെയ്തിട്ട് വരുന്നതാണ്. സ്കിൻലെസ്. അപ്പൊ ഇതൊക്കെ വാങ്ങിയാൽ നമുക്ക് ഒന്നും ചെയ്യേണ്ട, കഴിക്കാൻ കൊണ്ട് പീസ് ആക്കണമെങ്കിൽ പീസ് ആക്കിയിട്ട് അങ്ങോട്ട് ഇട്ടാൽ മതി അല്ലേ? അതൊക്കെ കൂന്തളല്ലേ? കൂന്തളല്ലേ? ഹായ് ഫ്രണ്ട്സ്, ഇതാണ് കേട്ടോ നമുക്ക് ഇതൊക്കെ കട്ട് ചെയ്ത് തരുന്ന സംഭവം. മെഷീനാണ് കേട്ടോ അത്. ഇവിടെ നിന്നാണ് നമുക്ക് കട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്തിട്ട് പീസാക്കി തരും. അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോകാം കേട്ടോ. ഇതാണ് അതിൻ്റെ സ്ഥലം. അപ്പോൾ ഇത് കണ്ടില്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇത് എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ നമ്മൾ കാണിച്ച നോട്ടീസിലുണ്ട്, അതിൻ്റെ അകത്ത് നമ്പറുണ്ട്. അല്ലെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ തരാം. ആ നമ്പറിൽ നിങ്ങൾ വിളിച്ചാൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് സാധനങ്ങൾ അവിടെ എത്തിക്കിട്ടുന്നതാണ്. ഇവിടെ അടുത്തുള്ളവരൊക്കെ ആണെങ്കിൽ ഇത് അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് അറിഞ്ഞോട്ടെ എന്ന് വെച്ചാൽ ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ. ഇതിപ്പോൾ തുടങ്ങിയിട്ട് ഒരു മാസം ആയിട്ടേ ഉള്ളൂ. ഇത് സ്ഥലം നിലമ്പൂർ, മലപ്പുറം ജില്ലയിൽ എടക്കര നരിവാലമുണ്ട എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഇത് സംഭവം ഉള്ളത്. ഇതെന്തായിരുന്നു? തൂണയോ? കട്ടിങ് മീൻ. ഇതെന്തായിരുന്നു സാധനം? ചീസ്. ചിക്കൻ്റെ ബർഗർ. ചിക്കൻ്റെ ബർഗർ. ആഹാ. അതൊക്കെ എന്താ ചെയ്യാ? അത് എണ്ണയിലിട്ട് ഇങ്ങനെ. അതെ ഇത് ചിക്കൻ്റെ ചീസ് ബോൾ എന്ന് പറയും. എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുക അല്ലേ? ഇതെല്ലാം ഒന്ന് ചെയ്തതാണ്, ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഈ ചീസ് എന്താ നമ്മള് എങ്ങനെയാ? ചീസ് റേറ്റ് ആണോ ചോദിക്കുന്നെങ്കിൽ റേറ്റ് 320 രൂപ. നമ്മൾ എന്തെല്ലാം ഉപയോഗം ഉണ്ടോ അതെല്ലാം ഇതുകൊണ്ട് ചെയ്യാം. സാധാരണ നമ്മൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ്. അതായത് ഓക്കെ. അപ്പൊ എത്രയാണ് റേറ്റ്? എത്രയാ ഇതിന്? 370 രൂപ. ഓക്കെ. ചിക്കൻ്റെ ചിക്കൻ മുമ്മൂസ്. ഇത് ആവിക്ക് വേവിക്കേ? ആവിക്കും ചെയ്തെടുക്കാം, പുഴുങ്ങി നമ്മൾ കഴിക്കാം, അല്ലെങ്കിൽ വറുത്തും കഴിക്കാം. ഫ്രൈ 2 ടൈപ്പ് അത് വരാം. പറയുന്ന സാധനമാണ്, സോസയാണ്. അതുപോലെ തന്നെ ഇത് മയോണൈസ് ആണ്. മയോണൈസ് ഉണ്ടാക്കണമെങ്കിൽ കുറേ അധികം സാധനങ്ങൾ വേണം. ഇതിപ്പോൾ നമ്മളിവിടെ കൊടുക്കുന്നത് 120 രൂപയ്ക്കാണ്. 120 രൂപയ്ക്ക്. എഗ്ലെസ് ആണ് പ്രത്യേകത. എഗ്ലെസ് ആണ്. എഗ് ഉണ്ടാവില്ല. ഇത് പിന്നെ ഇതെന്തായിരുന്നു ഈ റെഡ്? ഇത് പിന്നെ ഈ അറേബ്യൻ ഫുഡ് ഉണ്ടാക്കുന്ന കുറേ BBQ സോസ് എന്ന് പറഞ്ഞൊരു സാധനമാണ്. ഇതെല്ലാം നമ്മൾ ഈ അൽഫാം പോലെയുള്ള സാധനങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ മേളിൽ ടേസ്റ്റിന് വേണ്ടി, കളറിന് വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. ഇത് കാശ്മീരി ചില്ലി. കാശ്മീരി ചില്ലി. ഇത് മല്ലിപ്പൊടി. ഇത് കോക്കനട്ട് കോക്കനട്ട് മിൽക്ക് പൗഡർ. അതുപോലെ തന്നെ ചൈനീസ് സാധനങ്ങൾ ചെയ്യുമ്പോൾ അതിനകത്ത് നമ്മൾ ടേസ്റ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങളല്ലേ? അതെ. ഇത് ബ്രോസ്റ്റ് ചെയ്യുന്ന പൗഡറാണ്. അതായത് 1 കിലോ ചിക്കൻ ചെയ്യാൻ വേണ്ടി 100 ഗ്രാം പൗഡർ മതി. ഇത് പിന്നെ അൽഫാമിൻ്റെ. ഇത് മന്തി. അത് എന്തിൻ്റെയായിരുന്നു? എന്തോന്ന് കാണിക്കുന്നുണ്ട്. ഇത് കപ്സ. അപ്പൊ ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത് അല്ലേ? ഉണ്ട് അല്ലേ? ഇത് കണ്ടോ, ഫ്രഞ്ച് ഫ്രൈസ് കേട്ടോ. ഇത് ശരിക്കും നമ്മൾ എന്താ പറയാ, ചക്കയൊക്കെ അരിഞ്ഞു വെച്ച മാതിരിയൊക്കെ ഉണ്ട് കേട്ടോ. ഇത് വേറെ കമ്പനികൾ വ്യത്യാസമുണ്ട്. ഇത് നമ്മൾ ഫ്രൈ ചെയ്തിട്ട് എണ്ണയിൽ നമ്മൾ കപ്പയൊക്കെ വറുത്തെടുക്കൂലേ, അതുപോലെ ചക്കയൊക്കെ വറുത്തെടുക്കും പോലെ എടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റ്, മക്കൾക്കൊക്കെ നല്ല ഇഷ്ടം ഉണ്ടാവും ഇതൊക്കെ. വെജിറ്റബിൾ ആണ് ഈ സാധനം. ചില്ലി ഗാർലിക് വെജിറ്റബിൾ ആണ് അല്ലേ? ഇത് വെജിറ്റബിൾ ആണ്. ഇത് അതിന്റെ ഫിംഗർ ആണ്. ഇത് വെജിറ്റബിൾ ആണ്. ഇത് ചിക്കനും ഉണ്ട്, വെജിറ്റബിളും ഉണ്ട്. ഇതും അതിന്റെ തന്നെ എനിക്ക് അറിയുന്ന ഈ സാധനം. അതിന്റെ വേറെ ഇത് ചിക്കന്റെ ഫിംഗർ ആണ്. ചിക്കൻ റിബ്സ് എന്ന് പറയും. ഇതൊക്കെ ചെയ്തു വരുന്നതാണ്, ജസ്റ്റ് ചൂടാക്കാനേ ഉള്ളൂ. അല്ലേ? അതെ.
സാധാ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ആ അതന്നെ അതന്നെ. ഇത് വെജിറ്റബിളും ഉണ്ട്, ചിക്കനും ഉണ്ട്. അതെ അല്ലേ. ഇതിപ്പോൾ കാണിക്കുന്നത് ചിക്കൻ അല്ലേ? ഇത് ചിക്കൻ. ആ അത് വെറുതെ നമുക്ക് വെജിറ്റബിൾ. നല്ല വെജിറ്റബിൾ. വെജിറ്റബിൾ. ഹായ് മാഡം. അപ്പോൾ ഞാൻ നേരത്തെ വന്നപ്പോൾ ഭയങ്കര തിരക്കിലായിരുന്നു, ക്യാഷിൻ്റെ എന്തൊക്കെയോ ഇതിലായിരുന്നു, അതുകൊണ്ട് ഞാൻ അധികം സംസാരിച്ചില്ല. അപ്പോൾ എനിക്ക് നിങ്ങൾ ഈ പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് രണ്ട് വാക്ക് മാഡത്തിൻ്റെ അടുത്ത് നിന്ന് കിട്ടണമായിരുന്നു, ഒന്ന് പറയാമോ? ഇതിവിടെ ഞങ്ങളുടെ നരിവാലമുണ്ടിൽ തുടങ്ങിയിരിക്കുന്ന ഒരു പുതിയ സ്ഥാപനമാണ്. ഇവിടെ കിട്ടുന്നത് ഫ്രോസൺ ഐറ്റംസ് ലൈക്ക് ചിക്കൻ, ഫിഷ്, ബീഫാണ്. ഒരു ഫംഗ്ഷനിൽ വേണ്ട സ്റ്റാർട്ടേഴ്സ് ഐറ്റംസ്, അതായത് ചിക്കൻ ഐറ്റംസിലുള്ളതൊക്കെ ഇവിടെ ലഭ്യമാണ്. ഞങ്ങൾ മെയിനായിട്ട് ചെയ്തിരിക്കുന്നത് ഹോൾസെയിലാണ്. ലൈക്ക് ഓൺലൈൻ ഇതുവരെയും കൊടുത്തിട്ടില്ല. ഞങ്ങൾ അധിക സാധ്യത ഉണ്ടെങ്കിൽ അത് നോക്കുന്നതാണ്. ഞങ്ങൾ റീറ്റെയിലും കൊടുക്കുന്നുണ്ട്, ഞങ്ങളുടെ അടുത്തുള്ള ആൾക്കാർക്ക് മാത്രമായിട്ട്. നമ്മൾ മെയിൻ ആക്കിയിരിക്കുന്നത് ഹോൾസെയിലാണ്. ഓക്കെ. അപ്പോൾ ഓക്കെ, താങ്ക് യു.